ഇന്ന് മനസ്സിലായി എൻ്റെ പല്ലിന് ശക്തിയില്ല. അമ്മ പിച്ചപ്പ് അങ്ങനെ വന്നിട്ട് പല്ല് വേച്ചിട്ട് പോലും പറ്റുന്നു. ഇപ്പൊ വഴുകുന്നു. ഇതെന്താ ഇലാസ്റ്റിക്കിന്റെ റബ്ബർ ബാൻഡോ? ഒത്തിരി കടിക്ക് അടിച്ചാലേ ഒരു പീസ് വായി വരും. സ്കൂളിൽ മാജിക് വാൻഡ് കൊണ്ട് കളിക്കുമായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ഒരു പേപ്പർ ഹാർട്ട് ഷേപ്പിലുള്ള ഉത്തരേ അതേപോലെ ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു. മൊത്തം എണ്ണയാ, കവക്കെട്ടുണ്ടാവാതിരുന്നാൽ മതി. ഞാൻ റബ്ബറാണോ കഴിക്കുന്നത് നെയ്യപ്പമാണോ കഴിക്കുന്നത്? എൻ്റെ പല്ല് പിളകി വേണ്ടായിരുന്നു. നല്ല പല്ല് കടിക്കുമ്പോൾ വേണ്ടല്ല. അമ്മ ചിക്കൻ കാല് കടിച്ചു പൊട്ടിച്ച് തിന്നുന്നേക്കാളും ഭയങ്കര പാടായിരുന്നു നെയ്യപ്പം കടിച്ചു പൊട്ടിച്ച് തിന്നാൻ. ചിക്കൻ കാല് ഇതിനേക്കാളും എളുപ്പത്തിൽ ഞാൻ കടിച്ച് അങ്ങ് ചവച്ച് തിന്നാനെ. നല്ലൊരു ആനയെ അടിക്കേണ്ട ബലം കൊണ്ടാവര് ഇത് തിന്നണ്ട. അമ്മ പിന്നെ തിന്നമ്മ, എനിക്കൊരു പരിപാടി ഉണ്ടാകാം. വെച്ചോ, ഈ പീസ് ഇത്ര ഞാൻ തിന്നോളാം. ആ എന്താ പഴയ ടൂത്ത് ഫെയറി, എൻ്റെ ഫോണിൽ ടൂത്ത് ഫെയറി ഉണ്ട്. എന്തൊരു ചന്ത വരെ ഫോണിനെ കാണാൻ, ഒന്ന് നോക്ക്. അമ്മയുടെ ഫോണിനെ കാണാൻ ഒരു ചന്തവും ഇല്ല. എൻ്റെ ഫോണിനെ കണ്ടോ നല്ല ഒന്നാന്തരം ചന്തം. എന്താ അമ്മയുടെ ഫോണിനെ ചന്തം ഇല്ലാത്തതെന്നറിയാമോ? 100 വർഷങ്ങളിൽ അമ്മ ഈ പാവം ഫോണിനെ തറയിട്ട് നോവിച്ചു പല പല സമയങ്ങളിൽ പല പല മിനിറ്റിൽ. എൻ്റെ ഫോണിൻ്റെ അമ്മയുടെ ഫോണ് ഹോബോ, എൻ്റെ ഫോണ് ബില്യണർ. ഹോബോ എന്ന് പറഞ്ഞാൽ പൂർണ്ണം പറഞ്ഞാൽ പാവപ്പെട്ടവർ, അവരുടെ കയ്യിൽ എന്തായാലും ഒരു 1000 ഒങ്കിലും കാണുമല്ലോ. ഹോബോ എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും ഇല്ലാത്തവർ. ബില്യണർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, റിച്ച് എന്ന് പറഞ്ഞാൽ പണക്കാർ. പിന്നീട് ഗിഗാ റിച്ച് എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാർ. ബില്യണർ അതായത് മില്യൺ കഴിഞ്ഞിട്ട് അറിയാലോ, മില്യൺ കഴിഞ്ഞിട്ട് മില്യണറും ഉണ്ട് ബില്യണറും ഉണ്ട്. ഏറ്റവും വലുത് കില്യണറാണ്. അപ്പോൾ നിൻ്റെ ഫോൺ ഹോബോ, എൻ്റെ ഫോൺ കില്യണർ. എന്താണെന്നറിയാമോ? അമ്മയുടെ ഫോണ് തള്ളി ഇട്ട് പൊട്ടിച്ച്. എൻ്റെ ഫോൺ ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു വട്ടം പോലും തറയുണ്ടല്ലോ. പക്ഷേ ഒരു ദിവസം എൻ്റെ ഫോൺ പൂവറായിപ്പോയി. നിൻ്റെ കയ്യിൽ നിന്ന് ടപ്പക്കോ തറയി വീണ്. എന്നത്തോടെ എൻ്റെ ഫോൺ ചത്ത്. പിന്നെ എൻ്റെ ഒറിജിനൽ സ്ക്രീൻ എല്ലാം പൊട്ടി. അമ്മ മാറ്റി വെച്ചപ്പോഴേ പിന്നെ എൻ്റെ ഫോൺ ബില്യണറായി. അമ്മ ഒരു കാര്യം പറയട്ടെ, നിൽക്കേ, ഇനി അഥവാ അമ്മയില്ലേ ഈ ഫോൺ ചീത്തയായിരിക്കട്ടെ, പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ എനിക്കൊരു പ്രോമിസ് ചെയ്യണം, ഒരു വട്ടം പോലും തറയിടല്ലേ. എന്തായാലും അമ്മ ബാക്കി ഏത് ഫോണായാലും തറയണ, ഒരു വട്ടം തറയണം മതി. ഒരു ചീത്ത അമ്മയുടെ ഫോണിന് സമ്മതിച്ച് കൊടുക്കണം കേട്ടോ. എൻ്റെ 5 വയസ്സ് തൊട്ട് ഇപ്പം വരെ എല്ലാ ദിവസവും തറയിട്ടതാ. സ്ക്രീനെല്ലാം ഇവിടെ പൊട്ടിക്കിടക്കുക, വരവരൊക്കെ കാണും. പക്ഷെ ഫോണിനൊരു കേടുമില്ല, അത്ര വലിയ പൊട്ടലുമില്ല. ഈ സൈഡൊക്കെ നല്ല പൊട്ടിരിക്കുക. എന്നാലും അമ്മയുടെ ഫോണിനെ സമ്മതിക്കണം. അമ്മയ്ക്ക് പറ്റിയ ഒരു ഫോണാണ് കിട്ടിയത്.